ഈ വീഡിയോയുടെ ഈ ഒരു ഭാഗം കേട്ടു നോക്കി. പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ മൂവിയിൽ അഭിനയിക്കുമ്പോഴും ഓരോ പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നതെന്ന്. പിന്നീട് ആ പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ ആ ക്യാരക്ടേഴ്സിനൊക്കെ ഓർമ്മ വരുമെന്നൊക്കെ പറയാറുണ്ട്. സോ ആ ഒരു സ്വഭാവം ഇപ്പോഴും ഉണ്ടോ? എൻ്റെ പല മെമ്മറീസും ഈ ഇങ്ങനത്തെ പെർഫ്യൂംസിന്റെ അല്ലെങ്കിൽ നാച്ചുറൽ സ്മെൽസ് ഒക്കെ ആയിട്ട് അസോസിയേറ്റഡ് ആണ്. ആ ക്യാരക്ടറിനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് ഏത് പെർഫ്യൂം ആയിരിക്കും. ഇപ്പോൾ ഭയങ്കര ഒരു മെസ്കുലിനിറ്റി, അങ്ങനത്തെ ഒരു മെസ്കുലിൻ ക്യാരക്ടർ ഒക്കെ ആണെങ്കിൽ ആൾക്ക് ചിലപ്പോൾ കുറച്ച് വുഡി ഫ്രാഗ്രൻസോ സ്മോക്കി ഫ്രാഗ്രൻസോ ഒക്കെ ഞാൻ നോക്കും. ഇപ്പോൾ ടൊവിനോ പറയുന്നത് അദ്ദേഹം ഓരോ സിനിമയ്ക്കും ഓരോ തരത്തിലുള്ള പെർഫ്യൂമാണ് അടിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിനിമയുമായിട്ട് ആ പെർഫ്യൂമിനൊരു റിലേഷൻ കിട്ടാനും എപ്പോഴെങ്കിലും ആ മണം കിട്ടിയാൽ ആ സിനിമയെക്കുറിച്ച് ഓർക്കാനും അതിൻ്റെ ഒരു മെമ്മറി കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു അന്ധവിശ്വാസമാണോ? ഇത് ശരിക്കും റിലേറ്റഡ് ആണെന്ന് പറയാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് നമുക്കൊരു പുതിയ ബുക്ക് കിട്ടുവാണെന്ന് കരുതുക. ആ ബുക്ക് മണപ്പിക്കുമ്പോൾ ഒരു മണം കിട്ടുമല്ലോ. ആ മണം കിട്ടുന്ന ഉടനെ നമ്മൾ കണ്ണടച്ച് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് സ്കൂളിൽ പോയ ഓർമ്മ കിട്ടും. ആ സമയത്ത് നമ്മൾ മണപ്പിച്ച ആ ഒരു ബുക്കിൻ്റെ ഒരു മണവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മഴ തുടങ്ങുന്ന സമയത്ത് ഈ മണ്ണിൽ മഴ വീണതിന് ശേഷമുള്ളൊരു മണമാണ്. അത് കിട്ടിയാൽ തന്നെ നമ്മൾ പഴയ കുട്ടിക്കാലമൊക്കെ ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ പല മ്യൂസിക് ആണെങ്കിലും ഈ മണങ്ങളുമെല്ലാം നമ്മുടെ ഓർമ്മയുമായിട്ട് വളരെയധികം റിലേറ്റഡ് ആണ്. അതായത് ആ ഒരു പാട്ട് കേൾക്കുന്ന സമയത്തോ അല്ലെ ആ ഒരു മണം കിട്ടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മെമ്മറീസ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പലരും ചെയ്യുന്നത് അവരൊരു ട്രിപ്പിന് പോവുകയാണ്. ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ദുബായിലോട്ടൊരു ട്രിപ്പിന് പോകുന്ന വ്യക്തി ആ ഒരു പ്രത്യേകതരം പെർഫ്യൂം ആയിരിക്കും അദ്ദേഹം ആ ഒരു ടൈമിൽ ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴെങ്കിലും ആ പെർഫ്യൂം കിട്ടിയാൽ അദ്ദേഹത്തിന് ആ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ആ മെമ്മറീസ് ഉണ്ടാവും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വിഷമമുള്ളൊരു കാര്യമാണുണ്ടെങ്കിൽ ആ പെർഫ്യൂം പിന്നെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ആ ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. അപ്പം കുട്ടികൾ പരീക്ഷയ്ക്ക് ഓർത്തിരിക്കാനായിട്ട് ഇങ്ങനെ സ്പ്രേ അടിച്ചൊന്നും പരീക്ഷയ്ക്ക് പോകണ്ട. അങ്ങനെയൊന്നും വലിയൊരു ഓർമ്മയൊന്നും കിട്ടില്ല. പക്ഷെ നമ്മുടെ മെമ്മറിയും നമ്മുടെ ആ ഒരു ഇമോഷനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ പെർഫ്യൂം ആണെങ്കിലും പാട്ടുമാണെങ്കിലൊക്കെ അതിനൊരു വലിയ കണക്ഷനുണ്ട്. ഇത് കുറച്ച് ഡീപ്പായിട്ട് പറയേണ്ട കാര്യമാണ്. പക്ഷെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.